CPI മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അസുഖബാധിതനായിരിക്കുകയാണ് അന്ത്യം. 2019 ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? ദിവ്യ, ഇന്ന് ഇപ്പോൾ രാത്രിയോടുകൂടി 10-ഓടുകൂടിയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മുൻ CPI ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യം ഹൈദരാബാദിലാണ് ഉണ്ടായിരിക്കുന്നത്. 2012 മുതൽ 2019 വരെയാണ് അദ്ദേഹം CPI നയിച്ചത്. 2 തവണ അദ്ദേഹം ലോക്സഭാ അംഗം ആയിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നത്. വെങ്കടേശ്വര സർവകലാശാലയിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ASFന്റെ പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് AITUCയുടെ തൊഴിലാളി സംഘടനയുടെ പ്രവർത്തനവുമായിട്ടായിരുന്നു. അങ്ങനെ ദേശീയ തൊഴിലാളി സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തനങ്ങൾ അത് വലിയ തന്നെ ആയിരുന്നു. എന്തായാലും UPA ഭരണകാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന പദം ഏറ്റവും കൂടുതലായി വന്നത്. പ്രത്യേകിച്ച് വലിയ സമര പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധയിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ജനറൽ സെക്രട്ടറി, CPI ജനറൽ സെക്രട്ടറി, അതുപോലൊപ്പം തന്നെ ASFന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, പാർലമെന്റ് അംഗം എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. MLA, അതായത് അദ്ദേഹത്തിന്റെ LLM പഠന സമയത്താണ് അദ്ദേഹം ASF ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തന കേന്ദ്രം ഡൽഹിയിലേക്ക് മാറ്റിയത്. 1968 റെഡ്ഡി CPI ദേശീയ കൗൺസിൽ അംഗമായത്. CPI ആന്ധ്ര സംസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഏകദേശം ഇന്ന് 10 കൂടിയാണ് ഇപ്പോൾ ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. CPI മുൻ ജനറൽ സെക്രട്ടറി ആയിരിക്കും തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പദം ഏറ്റവും കൂടുതൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ തൊഴിലാളി സംഘടനകൾ, പ്രത്യേകിച്ച് AITUCയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങൾ, ബംഗാൾ, ഒറീസ, ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ AITUCയുടെ പ്രവർത്തനമായിട്ടൊക്കെ അദ്ദേഹം വഹിച്ച പങ്ക് അത് നിസ്തുലമാണ്. എന്തായാലും അദ്ദേഹമാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി പദം ഏറ്റവും കൂടുതലായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നതും ഈ തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനമായിട്ടായിരുന്നു. വിദ്യാഭ്യാസ കാലം മുതൽക്ക് തന്നെ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ മുൻപോട്ട് വരികയും പിന്നീട് CPIയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ തൊഴിലാളി സംഘടനകളിൽ അതിനെ നയിക്കുകയൊക്കെ ചെയ്ത ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു CPI നേതാവാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഏറെ നാളായി മാറി നിൽക്കുകയായിരുന്നു. അതായത് 2019 അദ്ദേഹം സ്ഥാനം ഒഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അദ്ദേഹം സംഘടനാ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സജീവ സാന്നിധ്യമായി നിലനിന്നിരുന്നില്ല. ഇപ്പോൾ ഈ കുറച്ചു കാലം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും പിന്നീട് അദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് CPIയുടെ ദേശീയ ഈ ഭാരവാഹങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം മാറി നിൽക്കുകയും അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിന് അതായത് അസുഖം ഏറ്റവും അന്ത്യ ഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. എന്തായാലും അദ്ദേഹമാണ് ഇപ്പോൾ CPI ജനറൽ സെക്രട്ടറിയായിരുന്ന സുധാകർ റെഡ്ഡി അന്തരിച്ചിരിക്കുന്നു. അസുഖബാധിതനായ അദ്ദേഹം ചികിത്സയിലും വിശ്രമത്തിലും ഒക്കെയായിരുന്നു. ഇന്നിപ്പോൾ രാത്രി 10:30 അന്ത്യം സ്ഥിരീകരിച്ചത്. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.